മക്കളെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ മൊളാരിറ്റിൻ്റെ ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിനാവശ്യമായ വോളിയം എത്ര ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മൊളാരിറ്റിൻ്റെ ന്യൂമറിക്കൽ സെക്ഷൻ എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻസ് തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. സോ മക്കളെ എന്താ ക്വസ്റ്റ്യൻ? വോളിയം ഓഫ് 3 molar NaOH ഫോർമുല വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 14 gram per mole എന്ന്, വിച്ച് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം 84 gram ഓഫ് NaOH ഈസ് ഡാഷ് ഇൻറ്റു 10⁻⁻1 ഡെസിമീറ്റർ ക്യൂബ്. ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. സോ നമുക്ക് ലിറ്ററിലേക്കാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. സോ മക്കളെ നിങ്ങൾ നോക്കുക എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം N ഓഫ് NaOH, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം വിച്ച് ഇംപ്ലൈസ് വോളിയം ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു N ഓഫ് NaOH ഡിവൈഡ് ബൈ മൊളാരിറ്റി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? 84, ഗിവൺ മാസ് ഇവിടെ 84 ആണ്, ഡിവൈഡ് ബൈ 40 ഹോൾ ഡിവൈഡ് ബൈ 3 എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 84 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 3. സോ നിങ്ങൾ 84 ഡിവൈഡ് ബൈ 3 ചെയ്ത് 84 ഡിവൈഡ് ബൈ 40 ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എത്ര കിട്ടും മക്കളെ? 2.1 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7. അപ്പോൾ 0.7 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ലിറ്ററിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡെസിമീറ്റർ ക്യൂബിൽ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇത് എന്ത് എഴുതാം? 0.7 ലിറ്ററിന് അല്ലെങ്കിൽ 0.7 ഡെസിമീറ്റർ ക്യൂബ് എന്നും നമുക്കിതിനെ എഴുതാം. സോ നിങ്ങൾ 0.7 ഡെസിമീറ്റർ ക്യൂബ് എന്നാണ് എഴുതുന്നതെന്ന് ചിന്തിക്കുക. ഡെസിമീറ്റർ ക്യൂബ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രയില്ല? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻറ്റു 10⁻⁻1 ഡെസിമീറ്റർ ക്യൂബിലേക്കാണ് വേണ്ടത്. സോ യു ക്യാൻ ചേഞ്ചസ് ടു 7 ഇൻറ്റു 10⁻⁻1 dm ക്യൂബ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ആയിട്ട് എന്തെടുക്കാം മക്കളെ? 7 എന്നൊരു ആൻസർ നമുക്ക് ചൂസ് ചെയ്യാം.